നമസ്കാരം. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ സാങ്കേതിക മേഖല വലിയ രീതിയിൽ വളർന്നതോടെ ATM ഉൾപ്പെടെ ഉപേക്ഷിച്ചും കയ്യിൽ പണം കൊണ്ട് നടക്കുന്ന രീതികളെല്ലാം മാറി എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ഇപ്പോൾ ഗൂഗിൾ പേ വഴിയാണ് പണ ഇടപാടുകളൊക്കെ നടക്കുന്നത്. പണ്ടൊക്കെ ഓരോ ആളുകൾക്കും പണം അയച്ചു കൊടുക്കാൻ നമ്മൾ ബാങ്കിൽ ചെന്നിട്ട് ഓരോ ഫോമുകൾ പൂരിപ്പിച്ച് അതിനുശേഷം ആണ് ഇടപാടുകളൊക്കെ നടത്തുന്നത്. എന്നാൽ ഇന്ന് സാങ്കേതിക മേഖല വളർന്നതോടെ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഫോണിലൂടെ തന്നെ പണം കൈമാറാൻ സാധിക്കുമെന്നത് മറ്റൊരു വസ്തുതയാണ്. എന്നാൽ ഗൂഗിൾ പേയിൽ പണം അയക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് എന്നതാണ് വസ്തുത. അതായത് ആള് മാറി പണം അയക്കുന്ന രീതികൾ സ്വാഭാവികമായും ഗൂഗിൾ പേയിൽ സംഭവിക്കാറുണ്ട്. ഫോൺ പേ, അതോടൊപ്പം തന്നെ പേടിഎം, ഭീം ആപ്പ് ഉൾപ്പെടെയുള്ള ആപ്പുകൾ ഉണ്ട് എങ്കിലും കൂടുതൽ പ്രചാരണത്തിൽ നിൽക്കുന്നത് ഗൂഗിൾ പേ തന്നെയാണ്. എന്നാൽ ശ്രദ്ധിച്ച് നമ്മൾ പണമിടപാടുകൾ ചെയ്തില്ലെങ്കിൽ ഗൂഗിൾ പേ ഇടപാടുകൾ നമുക്ക് വലിയ രീതിയിൽ തന്നെ തിരിച്ചടികൾ തരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റുകൾ സംഭവിക്കുന്നതും കോണ്ടാക്ട് സെലക്ട് ചെയ്യുന്നതിൽ തെറ്റുകൾ സംഭവിക്കുന്നതും വലിയ രീതിയിൽ തന്നെ പണം ഉപഭോക്താവിന് നഷ്ടമാകുന്നുണ്ട്. എന്നാൽ ഇത്തരം തെറ്റുകൾ സംഭവിച്ചാലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടാലും ടെൻഷൻ വേണ്ട, അതിനെ തിരിച്ചെടുക്കാനുള്ള വഴികൾ ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ആദ്യം തന്നെ സ്വാഭാവികമായി ഏത് കാര്യത്തിലും ജാഗ്രത പുലർത്തുക. കൂടാതെ പേയ്മെന്റ് നമ്മൾ ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കുമ്പോൾ ആ വ്യക്തിയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പണം അയക്കുക. കൂടാതെ തുകയും UPI ID-യും കോണ്ടാക്റ്റും ഒക്കെ വീണ്ടും ചെക്ക് ചെയ്യുക. അതിൽ ഒരു വഴി, അതായത് പണം മാറി അയച്ചുവെങ്കിൽ മാറി അയച്ച വ്യക്തിയെ ആദ്യപടിയായി വിളിക്കുക. സ്വാഭാവികമായി നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരായിരിക്കും നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉണ്ടാവുക. ഇനി അപരിചിതരാണ് എങ്കിൽ അവരെ നേരിട്ട് വിളിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പണം അയച്ചപ്പോൾ മാറി അയച്ചതാണെന്നും ഒരു ശഭാവണമൊക്കെ നടത്തി മാന്യമായ രീതിയിൽ നമ്മൾ ഇടപാട് നടത്തുകയാണെങ്കിൽ ആ വ്യക്തി പണം തിരിച്ച് തരും. അല്ലാതെ നമ്മൾ ദേഷ്യത്തോടെയൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ, മാന്യമായ രീതിയിലല്ല സംസാരിക്കുന്നതെങ്കിൽ ആ അപരിചിതൻ പണം തിരികെ തരാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ തന്നില്ലെങ്കിലും പിന്നെയുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പേയുടെ കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെടാമെന്നുള്ളതാണ്. ഇതിനായി ഗൂഗിൾ പേ ടോൾ ഫ്രീ നമ്പറുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതാണ് മറ്റൊരു പ്രധാന കാര്യം. അതായത് 180041901557 എന്ന നമ്പറിലൂടെ ഗൂഗിൾ പേ കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെടാമെന്നതാണ് യഥാർത്ഥ മറ്റൊരു പ്രധാന കാര്യം. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ തുടർ നടപടികൾ ഗൂഗിൾ പേയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും. എന്നാൽ വെറും ഒരു പരാതി നമുക്ക് ഇതിൽ സമർപ്പിക്കാൻ ആകില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. പരാതി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നടത്തിയ ഒരു ഗൂഗിൾ പേ ഇടപാടിന്റെ തെളിവുകൾ ഉണ്ടായിരിക്കണം. അതിൽ ഒന്നാണ് ട്രാൻസാക്ഷൻ ID. ഹിസ്റ്ററിയിൽ നോക്കിയാൽ ആ ട്രാൻസാക്ഷൻ ID നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഇടപാട് നടത്തിയ തീയതിയും സമയവും പണം സ്വീകരിച്ച ആളുടെ ID ഉൾപ്പെടെ നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അടുത്ത മാർഗമാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതിന്റെ വെബ്സൈറ്റിൽ കയറി നമുക്ക് പരാതി സമർപ്പിക്കാം. വെബ്സൈറ്റിൽ കയറുമ്പോൾ അതിൽ വാട്ട് വി ഡു എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അതിന്റെ എല്ലാ ട്രാൻസാക്ഷൻ ID-യും ഡീറ്റെയിൽസും ഒക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പരാതി രജിസ്റ്റർ ആവുകയും ചുരുങ്ങിയ സമയം കൊണ്ട്, അത് 2-3 ദിവസം കൊണ്ട് തന്നെ ആ പരാതിക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യുമെന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.